പ്രസ്താവനാ രീതിയിൽ ചോദ്യം വരാമെന്ന പ്രധാനപ്പെട്ട ചില ചാപ്റ്ററുകളിൽ അതിപ്രധാനമുള്ളതാണ് കിറ്റ് ഇന്ത്യ സമരം. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മെയിൻ പരീക്ഷകളിലേക്ക് വരുമ്പോൾ ധാരാളമായുള്ള ഡീപ്പായുള്ള ക്വസ്റ്റ്യൻസ് വന്ന പരീക്ഷകളും ഉണ്ട്. അപ്പോൾ ഈ സമരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ആശയങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സമരത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന ഘടകം. കിറ്റ് ഇന്ത്യ സമരം എന്താണെന്ന് ബേസായിട്ട് നമുക്കറിയാം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന അവസാനത്തെ സംഘടിത ബഹുമുഖ രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും രക്തരൂക്ഷിതമായ സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം. ഏറ്റവും ആക്രമണോത്സുകമായ സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം കേരളത്തിലെ അഞ്ചുതെങ്ങ് കലാപവും, ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവും, ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം, ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനവും, രണ്ടാമത്തേത് സിവിൽ നിയമലംഘന പ്രസ്ഥാനവും, അടുത്ത അവസാനത്തെ ബഹുമുഖ രാഷ്ട്രീയ പ്രക്ഷോഭം കിറ്റ് ഇന്ത്യ സമരവുമായിരുന്നു. കിറ്റ് ഇന്ത്യ സമരം പൊട്ടിപ്പുറപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. ഓഗസ്റ്റ് ഓഫറിൽ വാഗ്ദാനം ചെയ്ത പുത്രികാ രാജ്യ പദവിയെ ആൾറെഡി കോൺഗ്രസും ബാക്കിയുള്ള നേതാക്കളും ഒക്കെ എതിർത്ത ആ ഒരു വലിയ ഒരു ആശയത്തെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം മാത്രമായിരുന്നു ക്രിപ്സ് മിഷൻ ഉണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ നേടാൻ വന്ന ക്രിപ്സ് മിഷനും പരാജയമായിരുന്നു. ക്രിപ്സ് മിഷനെ തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാൻ തന്ന പിന്തിയിട്ട ചെക്കെന്നാണ് ഗാന്ധിജി എന്ന് വിളിച്ചത്. അപ്പോൾ ഈ ക്രിപ്സ് മിഷന്റെ പരാജയമാണ് കിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം. ഇത് തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്ത്? ക്രിപ്സ് മിഷന്റെ പരാജയം. ഒന്നാമത്തെ ചോദ്യം അതാണ്. കിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഈ ക്രിപ്സ് മിഷന്റെ പരാജയത്തിന് ശേഷം കിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് കേവലം ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യമുള്ള ഭരണ സംവിധാനമല്ല വേണ്ടത്. ഒരു ദീർഘമായ സ്വയംഭരണ അവകാശങ്ങളോടുകൂടിയ ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ രൂപീകരിച്ച് ഭരണഘടനയൊക്കെ നിർമ്മിച്ച് വലിയൊരു രാജ്യമായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ എത്തിക്കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ആ രീതിയിലാണ് സമരം പോയത്. പിന്നെ ഈ കിറ്റ് ഇന്ത്യ സമരത്തെ എതിർക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇതിനകത്ത് ഈ സമരം തുടങ്ങി പിറ്റേന്ന് തന്നെ അറസ്റ്റ് ചെയ്തൊരു സംഭവമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സവിശേഷത. എന്തുകൊണ്ട് ഇത് ആക്രമണാസക്തമായി? ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ നയിച്ചൊരു സമരമാണ് ഇത്. യുവജനങ്ങളുടെ കയ്യിലേക്ക് സമരം എത്തിയത് അക്രമാസക്തമായി. നേതാക്കളെല്ലാം ജയിലിലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും ആക്രമണോത്സുകമായ സമരമായിട്ട് കിറ്റ് ഇന്ത്യ സമരത്തെ കരുതുന്നത്. കിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണങ്ങളെ സംബന്ധിച്ച് SCERT ചാപ്റ്ററുകളിൽ പല ഭാഗങ്ങളിലായി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട് കിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു? ഒരെണ്ണം നമ്മൾ ആൾറെഡി പഠിച്ചതാണ്, ക്രിപ്സ് മിഷന്റെ പരാജയം. എന്നാൽ അത് മാത്രമായിരുന്നു അല്ല. ഒന്ന്, ഭരണഘടനാ മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ ഒരു പദവിയിലേക്ക്, പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പൂർണ്ണമായ സ്വരാജ് നൽകാൻ അല്ലെങ്കിൽ ഭരണഘടനാ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നടപ്പിലാക്കാൻ, ഇവിടെ ഭരണഘടനാ മാറ്റങ്ങൾ വരുത്താൻ ബ്രിട്ടീഷുകാർ കാണിച്ച വൈമനസ്യമാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഒരു കാരണം. മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധം സൃഷ്ടിക്കപ്പെടുന്ന സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വിലക്കയറ്റവും മാത്രമല്ല പട്ടിണി മൂലം ഒരുപാട് ജനങ്ങൾ മരിച്ചതുമൊക്കെ കിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ച പ്രധാന ഘടകമാണ്. പിന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തുടക്കത്തിൽ തന്നെ ജപ്പാൻ വലിയ മുന്നേറ്റം ഉണ്ടാവുകയും ഈ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ബ്രിട്ടൻ പല ഭാഗത്തും തിരിച്ചടികൾ ഏൽക്കുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടൻ തോൽക്കുകയും കോളനികൾ പലതും സ്വതന്ത്രമാക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ഇതിന് കാരണമായി. നാലാമത്തെ കാരണം തീർച്ചയായിട്ടും ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ക്രിപ്സ് മിഷന്റെ പരാജയമാണെങ്കിലും മറ്റ് കാരണങ്ങൾ സ്കൂൾ ചാപ്റ്ററിൻ്റെ ഇടവഴികളിലൂടെ വായിക്കേണ്ടതാണ്. ഇത്തരം വായനയിൽ നമ്മൾ പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഡീപ്പായിട്ടത് പറഞ്ഞത്. അപ്പോൾ ഒരു കാരണം നമുക്ക് എപ്പോഴും അറിയാം, കിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ എന്താ കാരണം? ക്രിപ്സ് മിഷന്റെ പരാജയം. പിന്നെന്തൊക്കെയാണ് കാരണം? നോക്കിയേ, ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലവും ജനങ്ങളുടെ അതൃപ്തി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമോ എന്നുള്ള പേടി, പേടി, ഇത്തരം കാര്യങ്ങൾ കൂടെ ഇതിന് കാരണമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ക്രിപ്സ് മിഷന്റെ പരാജയം മാത്രം പഠിച്ചു വെക്കരുത്. ക്രിപ്സ് മിഷന്റെ പരാജയം അല്ല, ഇതൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല, അയ്യോ ഇത് കാരണമായിട്ടുണ്ടോ, ഇതൊക്കെ ഇതിനകത്തുള്ളതാണോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അത് കൃത്യമായിട്ട് സ്കൂൾ ചാപ്റ്ററിൽ വരികൾക്കിടയിലൂടെ വായിച്ചാൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 42 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന INC സമ്മേളനമാണ് ഈ കിറ്റ് ഇന്ത്യ സമരത്തിന് രൂപരേഖ നൽകിയത്.
അപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതി ബോംബെയിൽ ചേർന്ന സമ്മേളനമാണ് ബോംബെയിലെ ഗോവാലിയൻ ടാങ്ക് മൈതാനം, അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്താണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അന്നത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ആരാണ് INC പ്രസിഡന്റ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്വിറ്റ് ഇന്ത്യ സമര സമയത്തെ INC പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ആ സമയത്ത് വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. അപ്പോൾ പ്രമേയം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം നെഹ്റു ആണ്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് ആവശ്യം എന്നതാണ് ഈ ഒരു പ്രമേയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ മറ്റ് പുത്രികാ രാജ്യ പദവി പോലുള്ള ഒരു ഓഫറും വേണ്ട, ഇനി പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നു. മാത്രമല്ല, ലോകത്തിൽ നടക്കുന്ന വിധ്വംസന പ്രവർത്തനം, പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സാമ്രാജ്യത്വത്തെയും സാമ്രാജ്യത്വ മനോഭാവത്തെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ വിഘടനവാദത്തെയും ഒരുമിച്ച് എതിർക്കുന്ന ഒരു ശക്തിയായിട്ട് ഇന്ത്യ മാറും എന്ന് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞൊരു കാര്യം, പൂർണ്ണമായൊരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. സാമ്രാജ്യത്വത്തിനെതിരെയും മറ്റ് ശക്തികളെയും, ഇപ്പോൾ സാമ്രാജ്യത്വം ആഗ്രഹിക്കുന്നവരാണേലും മറ്റു മുതലാളിത്ത ശക്തികളെ എതിർക്കുന്ന ഒരു മനോഭാവത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സമരത്തിലായിരിക്കും ഞങ്ങൾ മുൻഗണന നൽകുന്നത് എന്നാണ് ആ സമയത്ത് നെഹ്റു പറഞ്ഞത്. എന്നിട്ട് നെഹ്റു പ്രസംഗിക്കാൻ വേണ്ടി ഗാന്ധിജിയെ ക്ഷണിച്ചു. അവിടെ ഗാന്ധിജി നടത്തിയ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ആ പ്രസംഗത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത്. അവിടെ വെച്ച് ഗാന്ധിജി ഇന്ത്യയിലെ ഓരോ വിഭാഗത്തെയും അനൗൺസ് ചെയ്യുക, ഓരോ വിഭാഗത്തെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർഷകരെക്കുറിച്ച്, അതുപോലെ തന്നെ നാട്ടുപ്രമാണിമാരെക്കുറിച്ച്, ഉദ്യോഗസ്ഥരെക്കുറിച്ച്, വിദ്യാർത്ഥികളെക്കുറിച്ച് ഒക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കണം. ആദ്യം പറഞ്ഞത് എന്താണ്? 42 ഓഗസ്റ്റ് 8, ജസ്റ്റ് ഓർത്ത് വെക്കുക, 1942 ഓഗസ്റ്റ് 8 ഗോവാലിയൻ ടാങ്ക് മൈതാനം, ഗോവാലിയൻ ടാങ്ക് 42 ഓഗസ്റ്റ് 8 ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നു. ആ സമയത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആ ഒരു സമയത്ത് INC പ്രസിഡന്റ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. പിന്നെ എപ്പോഴും ആലോചിക്കണം, ക്വിറ്റ് ഇന്ത്യ ദിനമെന്നാണ്. പിറ്റേ ദിവസം മുതലാണ് സമരം ആരംഭിച്ചത്. അതുകൊണ്ട് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ PSCക്ക് ഒരു കുഴപ്പമുണ്ട്. PSC 42 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനമെന്ന് പരീക്ഷയിൽ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും, ഞാൻ ഒന്നുകൂടെ പറയാം. 42 എന്നുള്ള വർഷം തരികയും ഓഗസ്റ്റ് 8, 42 ഓഗസ്റ്റ് 9 എന്നിങ്ങനെയുള്ള ഡേറ്റുകളാണ് തരുന്നതെങ്കിൽ ക്വിറ്റ് ഇന്ത്യ ദിനം ചോദിച്ചാൽ നിങ്ങൾ 42 ഓഗസ്റ്റ് 8 എഴുതിയാൽ മതി. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ചോദിച്ചാൽ വർഷം ചേർത്ത് പറയുകയാണെങ്കിൽ 1942 ഓഗസ്റ്റ് 8. ഇനി വർഷം ഇല്ലാതെ പറഞ്ഞാൽ അത് ക്വിറ്റ് ഇന്ത്യ ദിനം ചോദിച്ചാൽ ഓഗസ്റ്റ് 9 എഴുതേണ്ടത്. ഇത് PSC തന്നിരിക്കുന്ന ചോദ്യം വെച്ച്, അല്ലെ തന്നിരിക്കുന്ന ആൻസറുകൾ വെച്ചാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ 42 എന്ന വർഷത്തോടെ ചേർത്താൽ ഓഗസ്റ്റ് 8 എഴുതണം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് മാത്രം ചോദിക്കുകയാണ്, അപ്പോൾ ഓഗസ്റ്റ് 9 നമ്മൾ എഴുതേണ്ടത്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 9. പക്ഷെ 42 എന്ന വർഷം കൂടി ചേർത്താണ് പരീക്ഷകൾക്ക് അത് തരുന്നതെങ്കിൽ 42 ഓഗസ്റ്റ് 8 എന്നുള്ള ഉത്തരവായിരിക്കും കുറച്ചുകൂടെ അനുയോജ്യം. ആൾറെഡി അത് ഉത്തരം ഫൈനൽ കീഴിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉത്തരവായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ഗോവാലിയൻ ടാങ്ക്, അപ്പോൾ ഗോവാലിയൻ ടാങ്ക് മൈതാനത്തെ ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് പറയുന്നത്. നെഹ്റു നടത്തിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഗാന്ധിജി വന്നു. ഗാന്ധിജി ഓരോ വിഭാഗത്തെ അനൗൺസ് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വ്യക്തമായി സ്കൂൾ ചാപ്റ്ററുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി അന്ന് ഓരോ വിഭാഗത്തെയും എന്തൊക്കെയാണ് അവരോട് പറഞ്ഞത്? ഒന്ന് നാട്ടുരാജാക്കന്മാരാണ്. നോക്കി, ഒന്ന് നാട്ടുരാജാക്കന്മാർ. ഈ നാട്ടുരാജാക്കന്മാരോട് സ്വന്തം ജനങ്ങളുടെ പരമാധികാരം നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി ഓരോ വിഭാഗത്തെയും കുറിച്ച് പറയുന്ന കാര്യമാണ് പറഞ്ഞത്. സ്വന്തം ജനങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കണമെന്ന് നാട്ടുരാജാക്കന്മാരോട് പറഞ്ഞു. കർഷകരോട് എന്താണ് പറഞ്ഞത്? കർഷകരോട് പറഞ്ഞത് നിങ്ങൾ ഭൂനികുതി നൽകേണ്ടതില്ല, നികുതികളൊക്കെ ബഹിഷ്കരിക്കുകയും. അപ്പോൾ കർഷകരോട് പറഞ്ഞത് നിങ്ങൾ ഭൂനികുതി നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ നികുതി രഹിതമായിട്ട് മുന്നോട്ട് പോകണം, നികുതി നൽകേണ്ടതില്ല. പിന്നെ സർക്കാർ ജീവനക്കാരോട് എന്താണ് പറഞ്ഞത്? സർക്കാർ ജീവനക്കാരോട് പറഞ്ഞത് നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ തൊഴിലാണ്, നിങ്ങൾ രാജിവെക്കണമെന്നില്ല, പക്ഷെ രാജിവെക്കാതെ ഈ സമരത്തിനോട് കൂറ് പുലർത്തണം. എന്താ പറഞ്ഞത്? രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തുള്ള കൂറ് എന്ത് ചെയ്യണം? നിങ്ങൾ പരസ്യമായിട്ട് പറയാൻ തയ്യാറാവണം. പട്ടാളക്കാരോട് നിങ്ങൾ സ്ഥാനങ്ങൾ വെടിയേണ്ടതില്ല, പക്ഷേ സ്വന്തം ജനതയ്ക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിക്കണമെന്ന് പറഞ്ഞു. പട്ടാളക്കാരോട് എന്താ പറഞ്ഞത്? സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ എന്ത് ചെയ്യണം? വിസമ്മതിക്കണം. അപ്പോൾ ഓരോ ആൾക്കാരോട് ഓരോ രീതിയിലാണ് ഗാന്ധിജി പറഞ്ഞത്.
അപ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റുമല്ലോ. ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നാൽ നമുക്കറിയാമല്ലോ ഇതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും മാറ്റി തന്നാൽ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റണം. അപ്പോൾ ഗാന്ധിജി എന്താണ് നാട്ടുരാജാക്കന്മാരോട് എന്താ പറഞ്ഞത്? നമുക്കൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ജസ്റ്റ് ഓർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നാട്ടുരാജാക്കന്മാരോട് എന്താണ് പറഞ്ഞത്? ജനങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കണം. അപ്പോൾ നാട്ടുരാജാക്കന്മാരോട് പറഞ്ഞ കാര്യം എന്താ? ജനങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കണം. കർഷകരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂനികുതി നൽകണ്ട, കൊടുക്കണ്ട, ഭൂനികുതി നൽകരുത് എന്നാണ് പറഞ്ഞത്. സർക്കാർ ജീവനക്കാരോടോ നിങ്ങൾ രാജിവെക്കേണ്ടതില്ല, പക്ഷേ ദേശീയ സമരത്തോട് കൂറു പുലർത്തണം. പട്ടാളക്കാരോട് എന്താ പറഞ്ഞത്? സ്വന്തം ജനതയ്ക്കു നേരെ വെടിയുതിർക്കാൻ നിങ്ങൾ വിസമ്മതിക്കണം. ഇത് ഏത് സാഹചര്യത്തിലാണ് ഗാന്ധിജി പറഞ്ഞത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വരി തന്നിട്ട് ഇത് ആരോട് ആഹ്വാനം ചെയ്തതാണ്, അല്ലെങ്കിൽ ആരാഹ്വാനം ചെയ്തതാണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജി ജനങ്ങളോട് ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ആഹ്വാനം ചെയ്തതാണ്. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ശിരകളിൽ ആവേശിക്കണം, നിങ്ങളുടെ ശ്വാസകോശങ്ങളിൽ പുനർജനിപ്പിക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ ഒരു വേളയിൽ നമ്മൾ വിജയക്കൊടി നാട്ടും, നമ്മൾ വിജയിച്ചു തന്നെ തിരിച്ചു വരും. പരാജയപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കുകയൊന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു വാചകമാണ് അന്ന് ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ഗാന്ധിജി ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പോൾ അതല്ലാതെ ഇതിലെ ഏതെങ്കിലും വരിയും തരാം. രാജ്യം അടിമത്തത്തിൽ തുടരുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന പ്രസ്താവന ആര് എന്നും പറഞ്ഞ് ഈ വരിയിൽ ഏതെങ്കിലും ഒരു ഭാഗം തരാം. അങ്ങനെ തന്നാലും അത് ഗാന്ധിജി ഈ സാഹചര്യത്തിലാണ്, ക്വിറ്റ് ഇന്ത്യ സമര സാഹചര്യത്തിലാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി നമ്മളവിടെ ഓർക്കണം. ഓക്കെ, അതിനുശേഷം വിദ്യാർത്ഥികളോട് ഗാന്ധിജി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. വിദ്യാർത്ഥികളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ പഠനം ഉപേക്ഷിക്കാൻ തന്നെ പറഞ്ഞു ഗാന്ധിജി. നിങ്ങൾ പഠനം ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുക. വിദ്യാർത്ഥികളോട് സ്വാതന്ത്ര്യ പ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? പഠനം ഉപേക്ഷിക്കണം എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഓരോ വിഭാഗം എന്ന് പറഞ്ഞാൽ ഗാന്ധിജി വിദ്യാർത്ഥികൾ കൂടി പറഞ്ഞ കാര്യങ്ങൾ കൂടി അവിടെ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജിയുടെ ആ വാചകം സ്കൂൾ ചാപ്റ്ററുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററുകൾ നൽകിയിരിക്കുന്ന ആ വാചകത്തെ വായിച്ചു നോക്കാം. എന്താണത്? സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട, ഇതാ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിനാവിഷ്കരണം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ നമ്മൾ മരിക്കും. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇതിലെ വാചകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ഗാന്ധിജിയുടെ വാചകമായിട്ട് പഠിക്കണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരത്ത് ഗാന്ധിജി പറഞ്ഞ, അല്ലെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു വരി കട്ട് ചെയ്ത് തരാം. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞതൊന്നും വേണ്ട, ഇതാ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം തുടങ്ങിയ ഈ രീതിയിൽ ഗാന്ധിജി ഏത് സമരത്തിലാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ 42 ഓഗസ്റ്റ് 8-ാം തീയതിയുള്ള സമയമാണിത്. ഈ സമയത്താണ് ഇത് പറഞ്ഞത്. പക്ഷേ 3 വിഭാഗങ്ങൾ അവിടെ വിട്ടുനിന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കണം. ഒന്ന് ഹിന്ദു മഹാസഭയാണ്. നിലവിലുള്ള ഒരു പ്രശ്നം, ആഭ്യന്തരപരമായുള്ള ഒരു പ്രശ്നം രാജ്യത്തിന് അത്ര നല്ലതല്ല എന്നൊരു നിലപാടായിരുന്നു ഹിന്ദു മഹാസഭയ്ക്ക്. രണ്ടാമത് വിട്ടുനിന്നത് മുസ്ലിം ലീഗാണ്. ക്രിസ് മിഷനും ഇന്ത്യയിൽ വന്നിട്ട് പ്രത്യേകമായൊരു മുസ്ലിം രാഷ്ട്രം എന്നൊരു ആശയത്തെ പിന്തുണയ്ക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിഭജനത്തെ അനുകൂലിക്കുന്നില്ല, അല്ലെ വിഭജനവുമായി ബന്ധപ്പെട്ടൊന്നും പറയുന്നില്ല എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് മാറി നിന്നു. പിന്നീട് മാറി നിന്ന ഒരു പ്രബല വിഭാഗമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി നിൽക്കാൻ കാരണം 2ാം ലോക മഹായുദ്ധ സമയത്ത് ഈ റഷ്യ എന്നുള്ളത് റഷ്യയിലെ ആശയങ്ങളാണ് കേരളത്തിൽ. റഷ്യയിലെ ആശയ സംഹിതയായിരുന്നു അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഫോളോ ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും റഷ്യ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ചേരിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ബ്രിട്ടൻ്റെ ചേരിയിൽ റഷ്യ നിൽക്കുമ്പോൾ ബ്രിട്ടനെതിരെ ഒരു സമരം നടത്തുക, അതിനകത്തുള്ള ഒരു പ്രശ്നം എന്നതുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി നിന്നത്. ഈ വളരെ റീസെൻ്റായിട്ട് ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു പ്രസ്താവനകൾ ശരിയാണെന്ന് പരിശോധിക്കുന്നതിനിടയിൽ ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നടന്ന അവർ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന രീതി ചോദിച്ചാൽ തെറ്റാണ്. പ്രധാനമായും 3 വിഭാഗങ്ങളാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി സഹകരിക്കാതിരുന്നത്. 42 ഓഗസ്റ്റ് 9 വെളുപ്പിനെ തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത. ഗാന്ധിജി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ പാർപ്പിച്ചത് എവിടെയാണ്? അത് ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് പാർപ്പിച്ചത്. അവിടെ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 1944 ഫെബ്രുവരി 22-ാം തീയതി കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ആഗാഖാൻ കൊട്ടാരം. അല്ലെങ്കിൽ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എന്നാണ്? 44 ഫെബ്രുവരി 22-ാം തീയതി. 1944 ഫെബ്രുവരി 22-ാം തീയതി ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കസ്തൂർബ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത്? ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച്. അതെന്നാണ്? 44 ഫെബ്രുവരി 22-ാം തീയതി. ഗാന്ധിജിയുടെ അറസ്റ്റ്, അതുപോലെ തന്നെ പട്ടേലിനെയും നെഹ്റുവിനെ പോലെ പ്രമുഖ നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക,
അങ്ങനെയുള്ള ഒരു അറസ്റ്റ് വന്നതോടുകൂടി ഈ സമരം നയിച്ചത് പിന്നീട് യുവരക്തങ്ങളാണ്, യുവജനങ്ങളാണ് ഈ ഒരു സമരത്തിന് പിന്നീട് വലിയ രീതിയിൽ മുൻഗണന നൽകിയത്. അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ, നാനാ പട്ടേൽ, റാം മനോഹർ ലോഹ്യ തുടങ്ങിയുള്ള ആൾക്കാരാണ് പിന്നീട് ഈ നേതൃത്വ നിരയിലേക്ക് വളർന്നു വന്ന പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം യുവജനങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷതകൾ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം 42 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ആ സമ്മേളന അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. 42 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്, അത് ഗാന്ധിജിയുടേതാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പാർപ്പിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ആഗാ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. അത് 44 ഫെബ്രുവരി 22 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും അവസാനത്തെ സംഘടിത ബഹുമുഖ പ്രക്ഷോഭമായിരുന്നു. ഏറ്റവും രക്തച്ചൊരിച്ചിലുണ്ടായതും രക്തരൂക്ഷിതവുമായ സ്വാതന്ത്ര്യ സമര ചരിത്രം അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അർഹതപ്പെട്ടതാണ്. ഈ യുവജനങ്ങൾ നയിച്ചു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 42 ഓഗസ്റ്റ് 9 ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത് ഉയർത്തുകയുണ്ടായി. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത് ഉയർത്തിയത് ഇതിൽ നിന്നുള്ളൊരു യുവ വനിതയാണ്, അത് അരുണ ആസഫ് അലിയാണ്. ഈ അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നാണ് വിളിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനും സമര നായിക അരുണ ആസഫ് അലിയും. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനും സമര നായിക അരുണ ആസഫ് അലി. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ, സമര നായിക അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് റേഡിയോ സർവീസുകൾ ഉണ്ടായിരുന്നു. കാരണം പ്രമുഖ നേതാക്കളെല്ലാം അറസ്റ്റിലാണ്, ഒളിവിലാണ്. ഈ യുവജനങ്ങൾ ചിലപ്പോഴും ഒളിവിൽ പോകും. അപ്പോൾ ഇവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സീക്രട്ട് റേഡിയോകളാണ്. ആ സീക്രട്ട് റേഡിയോ സർവീസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഉഷാ മേത്ത. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് സീക്രട്ട് റേഡിയോ സർവീസിന് നേതൃത്വം നൽകിയ വനിതയുടെ പേരാണ് ഉഷാ മേത്ത. ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് സീക്രട്ട് റേഡിയോ സർവീസിന് നേതൃത്വം നൽകിയ ആ വനിതയാണ് ഉഷാ മേത്ത. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെ റീസെൻ്റായിട്ട് വന്നൊരു ഓപ്ഷനാണ് കനക് ലത ബറുവ. ആ ഒരു പേര് നമുക്ക് അത്ര പരിചയമായിട്ട് ചിലപ്പോൾ ആയിരിക്കില്ല. എന്നാൽ ഒരു പരീക്ഷയുടെ ഓപ്ഷനിൽ ഈ പേര് വന്നിട്ടുണ്ട്, കനക് ലത ബറുവ. ആരാണ് കനക് ലത ബറുവ? കനക് ലത ബറുവ ക്വിറ്റ് ഇന്ത്യ സമരം ആസാമിൽ വളരെ ശക്തമായി നയിച്ചൊരു വനിതയാണ്. അപ്പോൾ ആസാമിൽ ക്വിറ്റ് ഇന്ത്യ സമരം നയിക്കുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണം, രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ 18 വയസ്സേ ഉള്ളൂ. ആസാമിൽ ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ച് രക്തസാക്ഷിത്വം വഹിച്ചൊരു വനിതയാണ് കനക് ലത ബറുവ. പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വനിതാ രക്തസാക്ഷിയുണ്ട്, അത് മാതംഗനി ഹസ്രയാണ്. മാതംഗനി ഹസാരെ എന്ന് പറയാം. മാതംഗനി ഹസാരെയാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വഹിച്ച മറ്റൊരു വനിത. കനക് ലത ബറുവയും മാതംഗനി ഹസാരെയും ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വഹിച്ച പ്രധാനപ്പെട്ട വനിതകളാണ്. അപ്പോൾ ആരാണ് ഉഷാ മേത്ത? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സീക്രട്ട് റേഡിയോ സർവീസ് ആരംഭിച്ച വനിതയാണ് ഉഷാ മേത്ത. ജയപ്രകാശ് നാരായണൻ എങ്ങനെ അറിയപ്പെടുന്നു? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. നമ്മൾ കേട്ടിട്ടുണ്ട്, സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ്. സർവോദയ പ്രസ്ഥാനം, സമ്പൂർണ്ണ വിപ്ലവം എന്നിവയുടെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായണൻ. സിറ്റിസൺ ഫോർ ഡെമോക്രസി, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി, ഇതൊക്കെ രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ്. സിറ്റിസൺ ഫോർ ഡെമോക്രസി, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി ഇവയൊക്കെ രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ്. അതുപോലെ തന്നെ ഈ ജയപ്രകാശ് നാരായണൻ പറഞ്ഞൊരു വാചകമുണ്ട്, സമരം ചെയ്യുക ജയിലുകൾ നിറയട്ടെ. പക്ഷേ അത് ക്വിറ്റ് ഇന്ത്യ സമരത്തല്ല പറഞ്ഞത്, അത് പിന്നീട് അടിയന്തരാവസ്ഥ കാലത്താണ് പറഞ്ഞത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്താണ് അദ്ദേഹം പറഞ്ഞത് സമരം ചെയ്യുക ജയിലുകളൊക്കെ നിറയട്ടെ എന്ന് പറഞ്ഞത് ജയപ്രകാശ് നാരായണനാണ്. അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയാണ്. 1934 ബീഹാറിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനും ആചാര്യ നരേന്ദ്രദേവും ചേർന്നാണ്. ജയപ്രകാശ് നാരായണനും ആചാര്യ നരേന്ദ്രദേവും ചേർന്നാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 രൂപീകരിച്ചത്. ഓക്കെ, പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടായിരിക്കും. ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ് ജയപ്രകാശ് നാരായണൻ, സമരനായിക അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്ന ഒരു ആശയം, അതിൻ്റെ പല കാര്യങ്ങളും ഗാന്ധിജി ആവിഷ്കരിച്ചത്, അല്ലെങ്കിൽ ഗാന്ധി അതിനെക്കുള്ള ആശയം ജനങ്ങളിലേക്ക് അറിയിച്ചത് ഹരിജൻ അദ്ദേഹം നടത്തിയ ലേഖനങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിവിടെ ഓർത്തു വെക്കണം. ഇത്രയും കാര്യമാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം 42 ഓഗസ്റ്റ് 8 ബോംബെയിൽ സമ്മേളനമാണ്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷർ ഇന്ത്യ വിടുക എന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കോൺഗ്രസിൽ ഒട്ടുമിക്ക നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഗാന്ധിജിയും ഭാര്യയും കസ്തൂർബയും പാർപ്പിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആഗാഖാൻ കൊട്ടാരത്തിൽ. ഇനി ഇതിപ്പോൾ സ്കൂൾ ചാപ്റ്റർ പറഞ്ഞ അതേ വരി തന്നെ തന്നിരിക്കുക, കാരണം അത് നിങ്ങൾ വായിച്ചു നോക്കാതെ ഇത്
അത് നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിപ്പോൾ സ്കൂൾ ചാപ്റ്ററിലെ വരികൾ വായിച്ചു നോക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ തലച്ചോറിലൂടെ പോകുമ്പോൾ ഈ ഡേറ്റ് മറക്കരുത്. ഏത് ഡേറ്റാ? 44 ഫെബ്രുവരി 22. ഇതെന്തിനാണ് ഈ പറഞ്ഞതെന്നറിയാമോ? ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് കസ്തൂർബ ഗാന്ധി അന്തരിച്ച ഡേറ്റ് നൽകിയിരിക്കുന്നു 44 ഫെബ്രുവരി 22. അതുകൊണ്ട് ഒരിക്കലും അത് മറക്കരുത്. കസ്തൂർബ ഗാന്ധിയുടെ അന്തരിച്ച ഡേറ്റാണ് 44 ഫെബ്രുവരി 22. ജയിൽ വളപ്പിൽ തന്നെ സംസ്കാരം നടത്തി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് കിറ്റ് ഇന്ത്യ സമരം നേതൃത്വം നൽകിയത് ആരൊക്കെയാ? അരുണ ആസഫ് അലിയും ജയപ്രകാശ് നാരായണൻ. കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ, സമര നായിക അരുണ ആസഫ് അലി. സീക്രട്ട് റേഡിയോ സർവീസ് ഉഷാ മേത്ത. അതുപോലെ തന്നെ രക്തസാക്ഷിത്വം വഹിച്ച 2 പേര് കനക്ലത ബറുവയും മാതങ്കനി ഹസാരയും ആയിരുന്നു. കിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി എന്ന് പറഞ്ഞല്ലോ. സമര നായിക എന്ന് അരുണ ആസഫ് അലി വിളിച്ചത് ഗാന്ധിജിയാണ്. കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസഫ് അലിയെ വിളിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയെ ഒരു കോളനിയായി എല്ലാ കാലവും നിലനിർത്താൻ കഴിയുകയില്ല എന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തിയ ആദ്യത്തെ സമരം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തിയ സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം എന്നും കൂടെ നമ്മൾ ഓർത്തു വെക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ലഘുവായിട്ടുള്ളൊരു കാര്യമാണ് സമാന്തര സർക്കാരുകൾ. അത് ചിലപ്പോൾ എക്സാമിന് ഡീപ്പായി ചോദിച്ചെന്നൊക്കെ ഇരിക്കും. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സമാന്തര സർക്കാർ. കിറ്റ് ഇന്ത്യ സമര സമയത്ത് ധാരാളം പാരലൽ ഗവൺമെൻറ് രൂപം കൊണ്ടിട്ടുണ്ട്. അതായത് പ്രാദേശികമായി ഭരണകൂടം ജനങ്ങൾ പിടിച്ചെടുക്കുകയും അവിടെ ഭരണം നടത്തുകയും ചെയ്തിരുന്നു. സാധാരണ ചെറിയ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവിടെ പോലീസ് ജീപ്പ് എല്ലാവരെയും ആക്രമിച്ച് അവിടെ ചെറിയൊരു ഭരണം സംവിധാനം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പാരലൽ ഗവൺമെൻറ് അത് തന്നെ ഒരു ചോദ്യമാണ്. സമാന്തര സർക്കാരുകൾ എന്ന ആശയം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന്തര സർക്കാരുകൾ എന്ന ആശയം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കിറ്റ് ഇന്ത്യ സമരത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട സമാന്തര സർക്കാർ 1942 ഡിസംബർ 17 ആരംഭിച്ച ഒരു സമാന്തര സർക്കാരാണ്. 1942 ഡിസംബറിൽ ആരംഭിച്ച ഈ ഒരു സമാന്തര സർക്കാരിൻ്റെ പേരാണ് താമ്രലിപ്ത ജദീയ സർക്കാർ. അപ്പോൾ ആ ഒരു സമാന്തര സർക്കാരിൻ്റെ പേരാണ് താമ്രലിപ്ത ജദീയ സർക്കാർ. താമ്രലിപ്ത ജദീയ സർക്കാരിനെ രൂപീകരിച്ചത് സതീഷ് ചന്ദ്ര സാമന്തയാണ്. ഇത് പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിലായിരുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്തു വെക്കണേ. അതൊന്ന് പറഞ്ഞേ. 42 ഡിസംബറിൽ ഇന്ത്യയുടെ ഒരു സമാന്തര സർക്കാർ പശ്ചിമ ബംഗാളിൽ രൂപം കൊണ്ടിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ രൂപം കൊണ്ട ആ സമാന്തര സർക്കാരിൻ്റെ പേരാണ് താമ്രലിപ്ത ജദീയ സർക്കാർ. പശ്ചിമ ബംഗാൾ രൂപം കൊണ്ട സമാന്തര സർക്കാരിൻ്റെ പേരാണ് താമ്രലിപ്ത ജദീയ സർക്കാർ. സതീഷ് ചന്ദ്ര സാമന്തയാണ് നേതൃത്വം നൽകിയത്. ആരാണ് നേതൃത്വം നൽകിയത്? സതീഷ് ചന്ദ്ര സാമന്തയാണ് താമ്രലിപ്ത ജദീയ സർക്കാരിന് നേതൃത്വം നൽകിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണത്. താമ്രലിപ്ത ജദീയ സർക്കാർ സതീഷ് ചന്ദ്ര സാമന്തയാണ് നേതൃത്വം നൽകിയത്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട സമാന്തര സർക്കാരാണ് സത്താറയിലെ സമാന്തര സർക്കാർ. സത്താറയിലെ സമാന്തര സർക്കാരിനെ പ്രതിലിപി സർക്കാർ എന്നാണ് പറയുന്നത്. സത്താറയിലെ സമാന്തര സർക്കാരാണ് പ്രതിലിപി സർക്കാർ. പ്രതിലിപി സർക്കാരിനെ നയിച്ചത് ആരാണ്? പ്രതിലിപി സർക്കാരിനെ നയിച്ചത് ആരാണ്? പ്രതിലിപി സർക്കാരിനെ നയിച്ച വ്യക്തിയാണ് നാനാ പട്ടേൽ. പ്രതിലിപി സർക്കാരിനെ നയിച്ച വ്യക്തി നാനാ പട്ടേലാണ്. പ്രതിലിപി സർക്കാരിനെ നയിച്ചത് നാനാ പട്ടേലാണ്. അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട സമാന്തര സർക്കാരാണ് ഏത്? താമ്രലിപ്ത ജദീയ സർക്കാർ. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. താമ്രലിപ്ത ജദീയ സർക്കാരിൻ്റെ സൈനിക വിഭാഗമാണ് വിദ്യുത് വാഹിനി. താമ്രലിപ്ത ജദീയ സർക്കാരിൻ്റെ സൈനിക വാഹനം അറിയപ്പെടുന്ന പേരാണ് വിദ്യുത് വാഹിനി. അതും കൂടെ നിങ്ങളവിടെ ഓർത്തു വെക്കണം. നാനാ പട്ടേൽ ആരംഭിച്ചതാണ് പ്രതിലിപി സർക്കാർ. പ്രതിലിപി സർക്കാരാണ് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ലോങ്ങസ്റ്റ് സെർവിങ് പാരലൽ ഗവൺമെൻറ് ഡ്യൂറിങ് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണത്. പ്രതിലിപി സർക്കാരാണ് ഏറ്റവും ഫലപ്രദവും ഏറ്റവും കൂടുതൽ കാലം നിലനിന്നത്. 43-ലാണ് പ്രതിലിപി സർക്കാർ ആരംഭിച്ചത്. പ്രതിലിപി സർക്കാർ ആരംഭിച്ചത് സത്താറയിലാണ്. പിന്നെ പ്രതിലിപി സർക്കാരിന് നേതൃത്വം നൽകിയ നാനാ പട്ടേലാണെന്ന് പറഞ്ഞു. കർഷക വിഭാഗമാണ് കുൻബി കർഷക വിഭാഗം. അപ്പോൾ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. കുൻബി സർക്കാർ അല്ലെങ്കിൽ കുൻബി എന്ന് പറയുന്ന കർഷക വിഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതൊരു പ്രതിലിപി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെ കിറ്റ് ഇന്ത്യ സമരം ഒന്ന് ഡയറക്റ്റായിട്ട് പറയാം. കിറ്റ് ഇന്ത്യ സമരത്തുണ്ടായ സമാന്തര സർക്കാരുകളല്ലേ പ്രതിലിപി സർക്കാർ. അപ്പോൾ അതിനായിട്ട് നയിച്ച കർഷക വിഭാഗം അറിയപ്പെടുന്ന പേരാണ് കുൻബി. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നാനാ പട്ടേൽ. അപ്പോൾ അത് കൂടെ ഓർത്തു വെക്കാം. പിന്നീട് ഒരു സമാന്തര സർക്കാർ രൂപപ്പെട്ടത് അതേ കാലഘട്ടം തന്നെ ഉത്തർപ്രദേശിലെ ബലിയയിലാണ്. ഉത്തർപ്രദേശിലെ ബലിയയിൽ സമാന്തര സർക്കാരിനെ നയിച്ചത് ചിട്ടു പാണ്ഡെയാണ്. ചിട്ടു പാണ്ഡെ. അപ്പോൾ
ബലിയയിലും സമാന്തര സർക്കാരുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ബലിയയിൽ സമാന്തര സർക്കാരിനെ നയിച്ചത് ചിട്ടുപാണ്ഡെയാണ്. ചിട്ടുപാണ്ഡെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബലിയയിലെ ഗാന്ധി, അല്ലെ ബലിയൻ ഗാന്ധി എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ ബലിയയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നുണ്ട്. മഹാത്മാഗാന്ധി എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാളാണ് ചിട്ടുപാണ്ഡെ. ഗാന്ധി സ്വയം ബലിയയിലെ ഗാന്ധി എന്ന് വിശേഷിപ്പിച്ച ആളാണ്. അദ്ദേഹം ബലിയയിലെ കടുവ എന്ന് വിശേഷിപ്പിച്ച ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. ബലിയയിലെ കടുവയാണ് അദ്ദേഹം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചിട്ടുപാണ്ഡെ ബലിയയിൽ, അത് ഉത്തർപ്രദേശിൽ സമാന്തര സർക്കാരിനെ നയിച്ച ആളാണ്. അപ്പോൾ സമാന്തര സർക്കാരുകൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട സമാന്തര സർക്കാരാണ് ജിതീയ സർക്കാർ, സതീഷ് ചന്ദ്ര സാമന്ത, അതുപോലെ തന്നെ നാനാ പട്ടേൽ നയിച്ച സത്താറയിലെ പ്രതിലിപി സർക്കാർ, പിന്നെ ബലിയയിലെ ഉത്തർപ്രദേശിലെ ബലിയയിലെ സമാന്തര സർക്കാർ ചിട്ടുപാണ്ഡെയുടേത്. ഇതൊക്കെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമാന്തര സർക്കാരുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പൊതുവായി നമ്മൾ അറിയേണ്ടത്. പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? 42 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സമ്മേളനം, ബോംബെ സമ്മേളനം. അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിനകത്ത് പല കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസംഗം ഗാന്ധിജിയുടേത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓഗസ്റ്റ് 9 നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു. ഗാന്ധിജിയെ പാർപ്പിക്കുന്ന ആഗാഖാൻ കൊട്ടാരം, അവിടെ വെച്ച് തന്നെ കസ്തൂർബാ ഗാന്ധി അന്തരിക്കുന്നു. അത് 44 ഫെബ്രുവരി 22 പിന്നീട് യുവജനങ്ങൾ നേതൃത്വം നയിക്കുന്നു. അതിൽ ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത് പതാക ഉയർത്തിയത് പ്രസിദ്ധയായ അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിളിച്ചത് അരുണ അസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനാണ്. സീക്രട്ട് റേഡിയോ സർവീസ് ആരംഭിച്ചത് ഉഷാ മേത്ത. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ധാരാളം സമാന്തര സർക്കാരുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ സമാന്തര സർക്കാർ താമ്രലിപ്ത ജതീയ സർക്കാർ പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിലാണ്. അത് സതീഷ് ചന്ദ്ര സാമന്തയാണ്. പിന്നീട് പ്രധാനപ്പെട്ടത് സത്താറയിലെ പ്രതിലിപി സർക്കാർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ബലിയയിലെ ചിട്ടുപാണ്ഡെയുടെ സമാന്തര സർക്കാർ. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആസാമിൽ സമരം നയിച്ചത് കനക്ലത ബറുവയാണ്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യയിൽ രക്തസാക്ഷിയായ മറ്റൊരു വനിതയാണ്, വളരെ പ്രധാനപ്പെട്ട വനിതയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആസാമിൽ നയിച്ച് രക്തസാക്ഷിത്വം വഹിച്ച വനിതയാണ് കനക്ലത ബറുവ. മാതങ്കനി ഹസാരെ എന്ന വനിതയും രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യ ഒരു കോളനിയായിട്ട് എന്നും കാണാൻ കഴിയുകയില്ലെന്നും കോളനി ഭരണം എല്ലാ കാലം നിലനിൽക്കുകയില്ലെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്നും ഭരണഘടനാ പരിഷ്കരണങ്ങൾ നടത്തണമെന്നും ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ അവസാനത്തെ ബഹുമുഖ രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി നമുക്ക് ഇത്തരം കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് റിവിഷൻ ഒന്നുകൂടെ നടത്താം. പല സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഇത് കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളെ കുറച്ച് ചോദ്യശേഖരം വെച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. 2022 ഓഗസ്റ്റിൽ 80ാം വാർഷികം ആചരിക്കുന്ന പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, 42 ഓഗസ്റ്റ് 8 അല്ലേ, അപ്പോൾ 2022 80ാം വാർഷികം ആഘോഷിക്കുന്നുണ്ട്. ഈ ഭാരത് ഛോഡോ ആന്തോളൻ എന്നൊരു മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരത്താണ് രൂപപ്പെട്ടത്. ഭാരത് ഛോഡോ ആന്തോളൻ ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. 2022 ഓഗസ്റ്റിൽ 80ാം വാർഷികം ആചരിക്കുന്ന പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. നമുക്ക് ഈ പ്രസ്ഥാനം ശരിയാണ്, ഈ പ്രസ്താവന ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ ഭാരത് ഛോഡോ ആന്തോളൻ എന്ന് വിശേഷിപ്പിക്കുന്നു, ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പ്രധാനമായും 3 ഘട്ടങ്ങൾ ഉണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ 3 ഘട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെയാണ് വ്യാപിച്ചത്. ഒന്ന് നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ സമരം ദേശീയ നേതാക്കളുടെ ഹർത്താൽ സമരത്തിലൂടെ. അപ്പോൾ ആദ്യം ഗാന്ധിജി പോലുള്ള ദേശീയ നേതാക്കളാണ് ഇതിനകത്ത് മുൻതൂക്കം നൽകിയത്. രണ്ടാമത് ഇതിനകത്ത് അയച്ച യുവജനങ്ങളാണ്. അത് തന്നെ ഒരു 3ാം ഘട്ടത്തിൽ കുറേ സമാന്തര സർക്കാരുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം ശക്തി പ്രാപിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കത് ശരിയായിട്ട് കൺസിഡർ ചെയ്യാം. ക്രിസ് മിഷൻ്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്ന് കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. അപ്പോൾ പ്രസ്താവന എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് കൃത്യമായിട്ട് വരുന്നത്. വളരെ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന തരത്തിലാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ശരിയാണ്. ഇന്ത്യ എല്ലാ കാലവും ബ്രിട്ടൻ്റെ കോളനിയെ നിലനിർത്താൻ സാധിക്കുകയില്ല എന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്താൻ ക്വിറ്റ് ഇന്ത്യ സമരം കാരണമായി. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമോ അത് ശരിയാണോ? അത് ശരിയാണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ്റെ മുന്നേറ്റമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശക്തി പകർന്ന പ്രധാന സംഭവം. ഇത് എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ ബ്രിട്ടൻ 2ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള ഭയം ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടാകാൻ കാരണമായി എന്നൊരു വരി പറഞ്ഞത് ഓർമ്മയുണ്ടോ? 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമോ എന്നുള്ള ഭയം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായി എന്നൊരു വരി നമ്മൾ ഇടയ്ക്ക് വായിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ
അവിടെ എന്താണ് ഈ ഭയം എന്ന് പറഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ വളരെ വലിയൊരു ശക്തിയായിട്ട് ആദ്യകാലത്ത് മുന്നേറിയിരുന്നു. അപ്പോൾ ഇത്തരം മുന്നേറ്റങ്ങളെ ബ്രിട്ടൻ ഭയന്നു. അപ്പോൾ ഈ ഭയന്ന് ഉള്ള ബ്രിട്ടൻ്റെ ഒരു പ്രശ്നം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശക്തി പകർന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാൻ്റെ മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശക്തി പകർന്ന പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ എന്താണത്? ശരിയാണ്. മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗും ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചു. നമുക്കറിയാം ഇത് തെറ്റാണെന്ന്. എന്തുകൊണ്ടാണ് ഇത് തെറ്റ് വന്നത്? ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ 3 പേര് അതിനെ അനുകൂലിച്ചില്ല എന്ന് ആൾറെഡി പറഞ്ഞില്ലേ. മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ഒന്നും ഇതിനെ അനുകൂലിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പങ്കെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ പ്രസ്ഥാനം തെറ്റാണ് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരി എന്നുള്ള ഓപ്ഷൻ ഏതാണ്? 1, 2 മാത്രം ശരി എന്നൊരു ഓപ്ഷൻ സിയിലുണ്ട്. 1ഉം 2ഉം ശരിയാണ് എന്ന ആൾറെഡി ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഉത്തരം അത് പരിഗണിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പരിശോധിക്കുക, ഇതിൽ തെറ്റായത് കണ്ടെത്തുക. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുക, തെറ്റായത് കണ്ടെത്തുക. അപ്പോൾ ഓർമ്മയുണ്ടോ ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആരാ അവതരിപ്പിച്ചതെന്ന്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും ഗാന്ധിജി അല്ല, അത് നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ പ്രസംഗം വളരെ പ്രസിദ്ധമായിട്ട് ഗാന്ധിജിയുടെ ഉണ്ട്, പ്രമേയം നെഹ്റുവാണ്. ഓക്കെ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് ഉടനടി അന്ത്യം എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിയാ. പുത്രികാ രാജ്യ പദവി എന്ന ആശയത്തെ ഇവർ എതിർക്കുകയും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ഉടനടി അന്ത്യം എന്ന് ഇതിനകത്ത് പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുത്രികാ രാജ്യ പദവിയെ ഓഗസ്റ്റ് ഓഫർ മുതലേ നെഹ്റു എതിർത്തായിരുന്നു. പുത്രികാ രാജ്യ പദവിയെ ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകുന്നതിന് നെഹ്റു എന്താ പറഞ്ഞത്? സംഷടിതമായ മരണമെന്നാണ് പറഞ്ഞത്. അതൊക്കെയുള്ള മരണം, ആസ് ഡെഡ് ആസ് ഡോർ നെയിൽ, സംഷടിതമായ മരണം, അല്ലെങ്കിൽ ആസ് ഡെഡ് ആസ് ഡോർ നെയിൽ, ആസ് ഡെഡ് ആസ് ഡോർ നെയിൽ, അല്ലെങ്കിൽ സംഷടിതമായ മരണം എന്നാണ് നെഹ്റു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അത് ശരിയാണ്. എല്ലാത്തരം സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനുമെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമായിരുന്നു ഈ പ്രമേയം. ശരിയാണ്. ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ പ്രതികരിക്കുക, അതിനെതിരെ പോരാടുക എന്ന് ഈ പ്രമേയത്തിൻ്റെ ഭാഗമായി പറഞ്ഞിരുന്നു. ബ്രിട്ടീഷുകാരുടെ പിൻവാങ്ങലിന് ശേഷം ഇന്ത്യയിൽ താൽക്കാലിക ഗവൺമെൻറ്റിന് രൂപീകരിക്കാമെന്ന് പ്രമേയം പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്ക് താൽക്കാലിക പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് താൽക്കാലിക പിന്തുണ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ആഴെ തന്നിരിക്കുന്നു. അത് തെറ്റാണ്. ബാക്കി 3 നിങ്ങൾ ഓർത്തു വെക്കുക. ബ്രിട്ടീഷ് ഭരണത്തിന് ഉടനടി അന്ത്യം അല്ലെങ്കിൽ പുത്രികാ രാജ്യ പദവി അംഗീകരിക്കുന്നില്ല. എല്ലാതരം സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനെതിരെ പോരാടും. ബ്രിട്ടീഷുകാരുടെ പിൻവാങ്ങലിന് ശേഷം ഒരു താൽക്കാലിക ഗവൺമെൻറ്റിനെ രൂപീകരിക്കും. ഇതെല്ലാം ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പിന്നൊരു കാര്യം, ഈ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 42-ലല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ആരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്? നമുക്കറിയാം 1936 മുതൽ 43 വരെ ഇവിടെ ഭരിച്ചിരുന്ന ആരാണെന്ന്. 1936 മുതൽ 43 വരെ ഇവിടെ ലിൻലിത് ഗോയ ആയിരുന്നു ഭരിച്ചിരുന്നത്. അതായത് വൈസ്രോയി ആയിരുന്നത് ലിൻലിത് ഗോയ. അയാളുടെ കാലത്താണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. സോ ക്വിറ്റ് ഇന്ത്യ സമരത്തെ 1857 വിപ്ലവം പോലെ വളരെ ഗുരുതരമായതും പ്രത്യാഘാതം ഉളവാക്കുന്നതുമായ സമരം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ലിൻലിത് ഗോ എങ്ങനെ വിളിച്ചത്? ഗുരുതരമായ ഒരു വിപ്ലവം. ഏതിനെ പോലെ? 1857 പട്ടാള ലഹളയെ പോലെ ഗുരുതരമായത് എന്ന് പറഞ്ഞത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻലിത് ഗോയാണ്. ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? ലിൻലിത് ഗോ ആയിരുന്നു. നോക്കൂ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഗാന്ധിജിയെ തടവിലാക്കിയത് എർവാഡ ജയിലിലാണ്. ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് ഗാന്ധിജിയെ തടവിലാക്കിയ ജയിൽ എർവാഡയായിരുന്നോ? അല്ല, അത് ആഗാഖാൻ കൊട്ടാരമായിരുന്നു. എർവാഡയിൽ എപ്പോഴായിരുന്നു? ഉപ്പ് സത്യാഗ്രഹ സമയത്ത്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് എർവാഡയിലും ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആഗാഖാൻ കൊട്ടാരത്തിലും. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചത് എർവാഡ ജയിലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 57 വിപ്ലവം പോലെ ഗുരുതരമായൊരു വിപ്ലവമെന്നും ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിളിച്ചത് ലിൻലിത് ഗോയാണ്. ശരിയാണ്. അതായത് 1 തെറ്റാണ്, 1 തെറ്റാണ്, 2 ശരിയാണ്. അത് ഏതാണ് പ്രസ്താവന? 2 പ്രസ്താവന ശരിയാണല്ല, 2 പ്രസ്താവന തെറ്റാണല്ല, പ്രസ്താവന 1 മാത്രം ശരി, പ്രസ്താവന 2 മാത്രം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രസ്താവന ഇതിനകത്ത് 2 മാത്രം ശരി അല്ലേ? പ്രസ്താവന 2 മാത്രം ശരി. ആ ഒരു ഉത്തരം നമുക്കവിടെ പരിഗണിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. നിങ്ങൾക്കത് പിന്നെ ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. തൽക്കാലം ചേരുംപടി ചേർക്കുക എന്നൊരു ക്വസ്റ്റ്യൻ മാത്രം വന്നിരിക്കുന്നു. നമുക്കത് ജസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അരുണ ആസഫ് അലിക്ക് നേർക്ക് ഏത് വരുമെന്ന് ഓർക്കാമോ? അരുണ ആസഫ് അലിക്ക് നേർക്ക് എന്താണ് വരേണ്ടത്? അരുണ ആസഫ് അലിക്ക് നേർക്ക് വരേണ്ടത് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ 1 ഇവിടെ ഞാൻ എഴുതാം. ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസഫ് അലി. വന്ദേ മാതരം എന്ന് പറയുന്ന നാടകം, അത് നമ്മൾ കിഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. വന്ദേ മാതരം എന്ന നാടകം ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് കിഴരിയൂർ ബോംബ് കേസ്. അത് കേരള ചരിത്രം പഠിക്കുക നിങ്ങൾ പഠിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് പറയാതിരുന്നത്. എന്നാലും ചെറിയൊരു കാര്യം പറയാം. KB മേനോനാണ് കിഴരിയൂർ ബോംബ് കേസ്
നയിച്ചത്. ഈ ചേമഞ്ചേരി, ഉള്ളേരി ഭാഗങ്ങളിലൊക്കെയുള്ള പോസ്റ്റ് ഓഫീസുകൾ, കേന്ദ്ര അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവയിലൊക്കെ അക്രമം നടത്തുക, റെക്കോർഡുകൾ നശിപ്പിക്കുക തുടങ്ങിയ, അല്ലെങ്കിൽ അവിടെ ബോംബുകൾ വെക്കുക തുടങ്ങിയതൊക്കെയാണ് ഇത് നയിച്ചിരുന്നത്. മാത്രമല്ല, ഈ പാലങ്ങൾ തകർക്കുക, റെയിൽ പാലങ്ങൾ, റോഡ് പാലങ്ങളൊക്കെ തകർക്കുക, ബ്രിട്ടീഷ് ഭരണകൂടത്തെ ചോദ്യം ചെയ്യുക, ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കിഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞത് ബന്ധപ്പെട്ട വ്യക്തി KB മേനോനാണ്. അപ്പോൾ കിഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. ഓക്കെ, അപ്പോൾ വന്ദേ മാതരം അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ഐക്യനാടുകൾ പോലും അവതരിപ്പിക്കപ്പെട്ട ഒരു നാടകമാണ് വന്ദേ മാതരം. ഇവിടെ എന്താണ് വന്ദേ മാതരം നാടകം, കിഴരിയൂർ ബോംബ് കേസ് നമുക്ക് എഴുതാം. അടുത്തത് സതീഷ് ചന്ദ്ര സാമന്ത, സമാന്തര സർക്കാർ 3 സമാന്തര സർക്കാർ. മാതങ്കരി ഹസാരെ എന്താണ്, ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് വധിക്കപ്പെട്ട വനിതയാണ്. സമാന്തര സർക്കാരുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആദ്യ സമാന്തര സർക്കാർ താമ്രലിപ്ത ജതീയ സർക്കാർ, സതീഷ് ചന്ദ്ര സാമന്ത്ര എവിടെയാണ്, ബംഗാളിലെ മിഡ്നാപൂരിലാണ്. അതുപോലെ തന്നെ പ്രതിലിപി സർക്കാർ, ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്നതും ഏറ്റവും ഫലപ്രദവുമായ സമാന്തര സർക്കാരാണ് പ്രതിലിപി സർക്കാർ. നാനാ പട്ടേലാണ്. അവിടെ പ്രതിലിപി സർക്കാരിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച കർഷക വിഭാഗം ഏതാണ്? കുൻബി കർഷക വിഭാഗമാണ്. കുൻബി കർഷക വിഭാഗം. പിന്നെ UP-യിൽ സമാന്തര സർക്കാർ നയിച്ചത് ചിട്ടുപാണ്ഡെയാണ്. മഹാത്മാഗാന്ധി എന്ന് സ്വയം വിളിച്ച ആളാണ് ചിട്ടുപാണ്ഡെ. ചിട്ടുപാണ്ഡെയെ ബലിയയിലെ സിംഹം എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, ഇനി നമുക്ക് വൺ വേഡിലുള്ള ഫൈനൽ റിവിഷനാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്നാണ് നമുക്കറിയാം. 42 ഓഗസ്റ്റ് 8 ആണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. വേദി ഗോവാലിയൻ ടാങ്ക് മൈതാനം. വേദിയാണ് ഗോവാലിയൻ ടാങ്ക് മൈതാനം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഗോവാലിയൻ ടാങ്ക് മൈതാനം തന്നെയാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഓക്കെ, ശരി. ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായതെന്നാണ്, ഓർമ്മയുണ്ടോ? ഇത് ജസ്റ്റ് ഒരു റിവിഷനാണ്, ഓർക്കാൻ വേണ്ടി. 42 ആണ്, ശരിയാണ്. ഓഗസ്റ്റ് 9 ഗാന്ധിജി അറസ്റ്റ് ചെയ്തത്. ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിലാണ്. അവിടെ വെച്ചാണ് കസ്തൂർബ അന്തരിക്കുന്നത് 44 ഫെബ്രുവരി 22. ക്വിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ എന്താണ് കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ക്രിപ്സ് മിഷൻ്റെ പരാജയം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താണ്? ക്രിപ്സ് മിഷൻ്റെ പരാജയം. ക്വിറ്റ് ഇന്ത്യ സമയത്ത് വൈസ്രോയ് നമ്മൾ പറഞ്ഞതാണത് ലിൻലിത്ഗോയാണ്. എവിടെ വെച്ച് ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന് രൂപം നൽകിയത്? ഞാൻ പറഞ്ഞല്ലോ, ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത് നടന്ന ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത്, നമ്മളത് ആൾറെഡി പറഞ്ഞതാണ്. ഗോവാലിയൻ ടാങ്ക് മൈതാനം അല്ലെങ്കിൽ ആഗസ്റ്റ് ക്രാന്തി മൈതാനം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ഏതു സമരത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അവിടെ ഗാന്ധിജി പറഞ്ഞ വാചകം മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം, അത് നിങ്ങളുടെ ശ്വാസകോശങ്ങളിലേക്ക് കടത്തിവിടണം, ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അടിമത്തം തുടരുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുകയില്ല, ഈ സമരം നമ്മൾ വിജയിപ്പിക്കും എന്നൊക്കെയാണ് ഗാന്ധിജി അന്ന് പറഞ്ഞത്. ക്വിറ്റ് ഇന്ത്യ സമര നായകനാര? ജയപ്രകാശ് നാരായണൻ. നായകൻ ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. അതുപോലെ തന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി തന്നിരുന്നു അല്ലേ? സർവോദയ പ്രസ്ഥാനം, സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം, അതുപോലെ തന്നെ സിറ്റിസൺ ഫോർ ഡെമോക്രസി, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടി, 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പാട്നയിൽ രൂപീകരിച്ച ആൾ, ഇതെല്ലാം ജയപ്രകാശ് നാരായണനാണ്. ഈ ജയപ്രകാശ് നാരായണനാണ് ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നതെന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഗ്രാമസഭകളാണ് ഗ്രാമീണ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് പ്രിസൺ ഡയറി. പ്രിസൺ ഡയറിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. പ്രിസൺ ഡയറി രചിച്ചതാര്? പ്രിസൺ ഡയറി രചിച്ചതാര്? ജയപ്രകാശ് നാരായണൻ. അതുപോലെ തന്നെ വൈ സോഷ്യലിസം രചിച്ചത് അദ്ദേഹം തന്നെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരെന്നറിയാം? അത് അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അരുണ ആസഫ് അലിയെ വിളിച്ചത് ഗാന്ധിജിയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ വന്ധ്യവയോധികയാണ് അരുണ ആസഫ് അലി. ഇന്ത്യയുടെ വന്ധ്യവയോധിക അരുണ ആസഫ് അലിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധിക അരുണ ആസഫ് അലിയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്,
ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നാണ് ചോദിക്കുന്നതിൽ ആനി ബസൻ്റ് ആണ്. അപ്പോൾ എന്താണ് വ്യത്യാസം? ഇന്ത്യയുടെ വന്ധ്യവയോധിക അരുണ ആസഫ് അലി, ഇന്ത്യ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക ആനി ബസൻ്റ്. ഓക്കെ. സർവോദയ പ്രസ്ഥാനം സമ്പൂർണ്ണ വിപ്ലവ എന്നീ ആശയങ്ങളുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണൻ. നമ്മൾ പറഞ്ഞതാണ് ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരവേദി ഗോവാലിയൻ ടാങ്ക് മൈതാനം. ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ഏത് ജയിലിലാണ്? ആഗാ ഖാൻ കൊട്ടാരം, ആഗാ ഖാൻ പാലസിലാണ്. കസ്തൂർബ ഗാന്ധി അന്തരിച്ച ഡേറ്റ് ഓർമ്മയുണ്ടോ അവിടെ വെച്ച്? 44 ഫെബ്രുവരി 22. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് റേഡിയോ സർവീസ് ആരംഭിച്ച വനിത ഉഷാ മേത്തയാണ്. സീക്രട്ട് റേഡിയോ സർവീസ് ആരംഭിച്ച വനിത ഉഷാ മേത്തയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ആസാമിൽ സമരം നയിച്ചത് കനക് ലത ബറുവയും അവർ രക്തസാക്ഷിയാണ്. മറ്റൊരു രക്തസാക്ഷിയാണ് മാതങ്കനി ഹസാരെ. ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന സംഘടിത രാഷ്ട്രീയ പ്രക്ഷോഭം ഏത് തന്നെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരം തന്നെയാണ്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം, രണ്ടാമത്തേത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അവസാനത്തെ സംഘടിത രാഷ്ട്രീയ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരം. താമ്രലിപ്ത ജതീയ സർക്കാർ എന്ന സമാന്തര സർക്കാർ ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമാണ്. താമ്രലിപ്ത ജതീയ സർക്കാർ എന്ന് പറയുന്നത് സതീഷ് ചന്ദ്ര സാമന്തയുടെയാണ്. അവരുടെ ഒരു സൈനിക വിഭാഗമുണ്ട്, വിദ്യുത് വാഹിനി. അപ്പോൾ അത് ചിലപ്പോൾ ചോദിക്കാം. താമ്രലിപ്ത ജതീയ സർക്കാരിൻ്റെ സൈനിക വിഭാഗമാണ് വിദ്യുത് വാഹിനി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. നമ്മൾ പറഞ്ഞതാണ്, ആസാദാണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് കേരളത്തിൽ നടന്ന പ്രക്ഷോഭം കിഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് കിഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി മാതങ്കനി ഹസാരെ. കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ അവതരിപ്പിക്കപ്പെട്ട നാടകം വന്ദേ മാതരമാണ് കിഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ഐക്യനാടിൽ അവതരിപ്പിക്കേണ്ട നാടകം. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റിനെ തുടർന്ന് ശക്തമായ പിന്തുണ നൽകിയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കൾ ജയപ്രകാശ് നാരായണൻ, അതുപോലെ തന്നെ റാം മനോഹർ ലോഹ്യ തുടങ്ങിയ ആൾക്കാരാണ് അവർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യം. ഇവിടെ ശ്രദ്ധിക്കണം, മുസ്ലിം ലീഗ് ഡിവൈഡ് ചെയ്ത് ക്വിറ്റ് ചെയ്യുക, ഇന്ത്യയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉയർത്തിയത്. കിഴരിയൂർ ബോംബ് കേസ് നയിച്ച വ്യക്തിയുടെ പേര് KB മേനോൻ. കിഴരിയൂർ ബോംബ് കേസ് നയിച്ചത് KB മേനോനാണ്. കിഴരിയൂർ ബോംബ് കേസ് നയിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്ത വ്യക്തി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്, ഒരുപാട് തവണ പറഞ്ഞതാണ്. അത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രസംഗം, പ്രസിദ്ധമായ പ്രസംഗം ഗാന്ധിജിയുടെയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം നെഹ്റു ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണത്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂൾ ചാപ്റ്ററുകളും അല്ലാതെ എല്ലാ കണ്ടൻറ്റുകളും ഉൾപ്പെടുത്തി പറഞ്ഞത്. പിന്നെ 2023 ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെ വർക്കൗട്ട് സെക്ഷൻ ഉണ്ട്. അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിൽ അത് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ടോപ്പിക് വൈസിൽ പഠിക്കേണ്ടതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്വിറ്റ് ഇന്ത്യ സമരം.